ആ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ ശ്ലോകങ്ങളിലും വരുന്ന നാമങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ. അതിൽ നമ്മളിപ്പോൾ 4-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് 5-ാമത്തെ ശ്ലോകമാണ്. നാമങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തുടങ്ങാം. 5-ാമത്തെയും 6-ാമത്തെയും ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകം: സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമഃ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വയംഭൂ ആയിട്ടുള്ള അമ്പലങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. തന്നെ ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ അതുപോലെ തന്നെയാണ്, സ്വയം ഉണ്ടായതാണ്. അതുണ്ടായതാണോ എവിടെയാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും തന്നെയാണ്. എല്ലാം ആരും ഉണ്ടാക്കിയതല്ല, ഒക്കെ തന്നെ ഉണ്ടായതാണ് ഈ ജഗത്തിൽ. പിന്നെ ശംഭു എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് നന്മ കൊണ്ടുവരുന്നത്, ശുഭമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന ആളാണ് ശംഭു എന്ന് പറയുന്നത്. ആദിത്യ, ഭഗവാൻ തന്നെ സത്യത്തിൽ ആദിത്യനാണ്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഭഗവാൻ തന്നെ ആദിത്യനാണ്. പുഷ്കരാക്ഷ എന്ന് പറഞ്ഞാൽ പുഷ്കര എന്ന് പറഞ്ഞാൽ താമര, അക്ഷ കണ്ണുകൾ. പുഷ്കരാക്ഷ എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൻ. മഹാസ്വന എന്ന് പറഞ്ഞാൽ, സ്വന എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. മലയാളത്തിലും സ്വനം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. അപ്പോൾ മഹാ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെ ജീവാത്മാവിൻ്റെ ഒക്കെ ഉള്ളിൽ ഉള്ള ആ ഒരു മുഴങ്ങുന്ന ആ ശബ്ദമെന്ന് പറയുന്നത് ഒക്കെ ഭഗവാനാണ് സത്യത്തിൽ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ വിളങ്ങുന്ന ആ ശബ്ദവും ഭഗവാനാണ്. അപ്പോൾ ഏറ്റവും മഹത്തായ, അല്ലെങ്കിൽ വളരെ ഇടിവെട്ടോടു കൂടിയ വലിയ ആ ശബ്ദമെന്ന് പറയുന്നതും ഭഗവാനാണ്. അനാദിനിധന, അനാദി, എന്ന് പറഞ്ഞാൽ ഇല്ല. ആദി എന്ന് പറഞ്ഞാൽ ആദിയില്ല. ആദി എന്ന് പറഞ്ഞാൽ ജനനമില്ല. നിധനം എന്ന് പറഞ്ഞാൽ മരണമില്ല. ആദ്യമില്ല, അവസാനമില്ല. ആദ്യമില്ല, അന്തമില്ല. അതായത് ജനനമില്ല, മരണമില്ല. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. ധാതാ, ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ നമുക്ക് തരുന്ന ആൾ, നമുക്ക് ഈ വിശ്വത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ എല്ലാമായിട്ടുള്ള ആൾ, നമുക്ക് എല്ലാം തരുന്ന ആളാണ്. നമ്മളുടെ ഫീലിങ്സ് എല്ലാതും, എക്സ്പീരിയൻസുകൾ എല്ലാം തരുന്ന ആൾ ധാതാ ആണ്. വിധാത, എല്ലാ കർമ്മങ്ങളുടെയും ഫലം തരുന്ന ആൾ. ധാതുരുത്തമ, ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും, ജീവനുള്ള എന്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഏറ്റവും മൂലമായിട്ടുള്ള ആ ഘടകം, ആ മൂലഘടകത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായത്. ശംഭു ഏറ്റവും ശുഭകരമായത്. ആദിത്യൻ തന്നെ, സൂര്യഭഗവാൻ, സൂര്യൻ തന്നെ. പുഷ്കരാക്ഷ, താമര നയനത്തോടു കൂടിയവൻ. മഹാശ്വന, ഏറ്റവും വലിയ ശബ്ദത്തോടു കൂടിയവൻ, നമ്മുടെയൊക്കെ ഉള്ളിൽ മുഴങ്ങുന്ന ആ ശബ്ദം. അനാദിനിധന, ആദിയും അന്തവും ഇല്ലാത്തവൻ. ധാതാ, എല്ലാ അനുഭവങ്ങളും നമുക്ക് തരുന്ന ആൾ. വിധാത, കർമ്മഫലങ്ങൾ നമുക്ക് തരുന്ന ആൾ. ധാതുരുത്തമ, ധാതുക്കളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായവൻ. ഇത്രയാണ്
അഞ്ചാമത്തെ ശ്ലോകത്തിലെ നാമങ്ങളുടെ അർത്ഥം. ആറാമത്തെ ശ്ലോകം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്തവിഷ്ട സ്തവിരോ ധ്രുവ. അപ്രമേയോ, അപ്രമേയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനോ ഒന്നിനും നമുക്ക് ഉപമിക്കാനോ പറയാനോ കമ്പയർ ചെയ്യാനോ ഒന്നിനും പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ, ഉപമിക്കാനും കഴിയില്ല അങ്ങനെ ഒരാൾ. ഋഷികേശൻ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ പറയുന്നത്, അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് തലമുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള, അതുപോലെ ഇങ്ങനെ കെട്ടുകളായി വെച്ചിട്ടുള്ള ആളെന്ന് പറയാം ഋഷികേശൻ. അങ്ങനെയും പറയാം. അതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓർഗൻസ്, അവയവങ്ങളിലുള്ള നമ്മുടെ എന്താ പറയുക, ആ ഒരു അനുഭവങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ വരുന്ന ആ അനുഭവങ്ങൾ, അതുതന്നെയാണ് ശരിക്കും ഭഗവാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമുക്ക് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ആ ഒരു ബോധം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു അറിവ്, ജ്ഞാനേന്ദ്രിയങ്ങളാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആ ഒരു ബോധം എന്ന് പറയുന്നത് തരുന്നത്, അതിനൊക്കെ ഒരു നമുക്ക് ഫീലിംഗ് തരുന്ന ആ ഒരു ബോധം, അതാണ് ഭഗവാൻ. പിന്നെ പത്മനാഭ. പത്മ എന്ന് പറഞ്ഞാൽ താമര. നാഭ അതായത് നാഭിയിൽ നിന്ന് ഉണ്ടായ പത്മത്തോടു കൂടിയവൻ. നാഭിയിൽ നിന്ന് ഉണ്ടായ പത്മത്തോടു കൂടിയവനാണ് ഭഗവാൻ. നമുക്കറിയാലോ, ഭഗവാന്റെ നാഭിയിൽ ഒരു പത്മമുണ്ട്, അത് നമുക്കറിയുന്നതാണ് ആണല്ലോ. അപ്പോൾ അതാണ് നാഭിയിൽ നിന്നുണ്ടായ പത്മത്തോടു കൂടിയവൻ എന്ന് പറയുന്നത്. പിന്നെ അമരപ്രഭു, അമരനായ പ്രഭു. അമരൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത, നശിക്കാത്ത പ്രഭു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും യോഗത്തോടും ഐശ്വര്യത്തോടും കൂടി ഇരിക്കുന്ന ഒരു പ്രഭുക്കൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഒരിക്കലും മരിക്കാത്ത, നശിക്കാത്ത പ്രഭു. വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ആൾ. മനു, അതായത് ഒരാൾ വേദമന്ത്രങ്ങളിൽ കൂടെ സ്വയം ഈ മന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, എന്തിനെയാണോ തേടുന്നത് ആ ഒരു മന്ത്രങ്ങളിലൂടെയൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന, മന്ത്രങ്ങളായി തന്നെ തിരിഞ്ഞ ആ ഒരാൾ, അതായത് ആരാണോ വേദമന്ത്രങ്ങളായി തീർന്നത്, ആ മന്ത്രങ്ങളിലൂടെ ആരെയാണോ പ്രാപിക്കാൻ കഴിയുന്നത്, അതെല്ലാമാണ് മനു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വഷ്ട എന്ന് പറഞ്ഞാൽ ചെറുത്, വളരെ സൂക്ഷ്മം, വലിയ ആകൃതിയിലുള്ളതിനെയൊക്കെ സൂക്ഷ്മമായ രീതിയിൽ ആക്കി തീർക്കുന്നവൻ. സ്തവിഷ്ട, വളരെ ചെറുതായിട്ടുള്ളതിനെ വലുതാക്കുന്ന ആൾ, സ്ഥൂല രൂപത്തിലാക്കുന്നത്. അതുപോലെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും സ്ഥൂലത്തിൽ അതാണ് പറയുന്നത്. വലുതുകളിൽ വെച്ച് വലുതും ചെറുതുകളിൽ വെച്ച് ഏറ്റവും ചെറുതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ത്വഷ്ട എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ സ്വയം ഇത്രയും വലുതാണെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും സൂക്ഷ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ അദ്ദേഹത്തെ വലുതായിട്ടാണ് കണക്കാക്കുന്നത്. അത് വലുതുകൾ വെച്ച് ഏറ്റവും വലുതും ചെറുതുകളിൽ വെച്ച് ഏറ്റവും ചെറുതുമാണ്. സ്ഥവിരോ ധ്രുവ. സ്ഥവിരം എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ളത്, ധ്രുവ എന്ന് പറഞ്ഞാൽ വളരെ ഉറച്ച. അപ്പോൾ ഭഗവാൻ തന്നെ ഉറപ്പുള്ളതും വളരെ ഉറച്ചതും വളരെ പുരാതനമായിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ആറാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്തവിഷ്ട സ്തവിരോ ധ്രുവ. അപ്രമേയോ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്ത. ഹൃഷീകേശ ശരിക്കും മുടിക്കെട്ടുകളോട് കൂടിയവെന്നും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക്
ആ ഒരു ഫീലിംഗ് കൊടുക്കുന്ന ആ ഒരു പ്രകാശം, ആ ഒരു ബോധം. പത്മനാഭ, നാഭിയിൽ പത്മത്തോടു കൂടിയവൻ, താമരയോട് കൂടിയവൻ. അമരപ്രഭു, അനശ്വരനായ അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത പ്രഭു, ഒരിക്കലും മരണമില്ലാത്ത പ്രഭു. വിശ്വകർമ്മ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ആൾ. മനു, വേദമന്ത്രങ്ങളാൽ സാക്ഷാത്കരിക്കപ്പെടുന്നവൻ. ത്വഷ്ട, സൂക്ഷ്മങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മം. സ്തവിഷ്ട, സ്ഥൂലങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥൂലം, അതായത് ഏറ്റവും വലിയതിൽ വെച്ച് വലുത്. സ്ഥവിരോ ധ്രുവ, ഏറ്റവും പുരാതനമായതും എന്നാൽ ഏറ്റവും ഉറപ്പുള്ളതും. അതാണ് ഭഗവാൻ. ഇത്രയാണ് 5ഉം 6ഉമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക കേട്ടോ. അടുത്ത എപ്പിസോഡ് നമ്മൾ അടുത്ത ശ്ലോകങ്ങളാണ് പറയാം. പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം എന്നുള്ള പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ വിഷ്ണു സഹസ്രനാമ ശ്ലോകത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും പറയുന്ന വീഡിയോകൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ അതിൽ എല്ലാ നാമങ്ങളുടെയും ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പല ദിവസങ്ങളിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.